50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ കിഫ്ബി മുഖേന ഏറ്റെടുത്തത്. ഇപ്പോഴെത്രയാണെന്നറിയോ? 90,000 കോടിയിലെത്തി നിൽക്കുകയാണ്. 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം കേരളത്തിൽ വന്ന മാറ്റങ്ങൾ, അത് കേരളത്തിന്റെ മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിന് കുളിർമ നൽകിയ ഒന്നാണ്. ആ മാറ്റത്തിന്റെ ഒരു ഘടകം എന്തായിരുന്നു? നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായത്ര വിഭവശേഷിയില്ല. നമ്മുടെ ആവശ്യങ്ങളാണെങ്കിൽ വളരെ കൂടുതലാണ്. ഈ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റണമെങ്കിൽ അതിന് മാത്രം പണം വേണം. അപ്പോൾ പണം എങ്ങനെ കണ്ടെത്തും? അതിനാണ് 2016 സർക്കാർ കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയിലൂടെ അന്ന് സർക്കാർ പറഞ്ഞു, ഞങ്ങള് ഈ 5 വർഷം കൊണ്ട് കേരളത്തിന്റെ വികസനത്തിനാവശ്യമായ പശ്ചാത്തല സൗകര്യ വികസനം അത് നടപ്പാക്കും. എത്ര? 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം നടപ്പാക്കും. ഒരുപാട് പഴി അതിന് കേട്ടു. എവിടുന്ന് കിട്ടാനാണ് പണം? ആര് തരാനാണ്? ഒളിഞ്ഞ നിങ്ങൾക്ക് ആര് പണം തരും? എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളുണ്ടായി. പക്ഷേ 2021 ആകുമ്പോൾ സ്ഥിതി എന്തായി എന്നറിയോ? 5 വർഷം പൂർത്തിയാകുമ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ കിഫ്ബി മുഖേന ഏറ്റെടുത്തത്. ഇപ്പോഴെത്രയാണെന്നറിയോ? 90,000 കോടിയിലെത്തി നിൽക്കുകയാണ്.